നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നാളെ ജൂലൈ 12-ാം തീയതി മിഥുന മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ചയാണ്. വെറും ₹1 നാണയം മാത്രം മതി, അത് 1 കോടിയായി മാറുന്നതാണ്. മാത്രമല്ല ലക്ഷക്കണക്കിനുള്ള കടബാധ്യതയും വളരെ പെട്ടെന്ന് തന്നെ തീർന്നു കിട്ടുന്നതുമാണ്. പൊതുവായി ഒരു മാസത്തിലെ അവസാന വെള്ളിയാഴ്ചയ്ക്ക് ശക്തി വളരെ കൂടുതലാണ്. എന്നാൽ നാളെ ആഷാഢ നവരാത്രിയും വെള്ളിയാഴ്ചയും ഒന്നിച്ചു വരുന്നതുകൊണ്ട് തന്നെ ഈ ദിവസത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു പണവശ്യ താന്ത്രികങ്ങൾക്കും പല കോടി മടങ്ങ് കൂടുതൽ ഫലങ്ങൾ നമുക്ക് വന്നു ചേരുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ അത്ഭുതകരമായ ദിവസം ആരും തന്നെ പാഴാക്കരുത്. വളരെ ലളിതമായി തന്നെ ആർക്കും ചെയ്യാൻ സാധിക്കുന്ന പരിഹാരമാണിത്. മാത്രമല്ല ഈ പരിഹാരം ചെയ്യുന്നതിലൂടെ വളരെ പെട്ടെന്ന് ഫലം ലഭിക്കുന്നതുമാണ്. പണത്തെ ആകർഷിക്കുന്നതിനായി, അതായത് പണവശ്യത്തിനായി ഓൾറെഡി നിങ്ങൾ എത്ര താന്ത്രിക പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു മെത്തേഡും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം ഇത് ഒരേ ഒരു ദിവസം മാത്രം ചെയ്യുന്ന ഒരു പണവശ്യ പരിഹാരമാണ്. അതിശക്തിയാർന്ന പണവശ്യ ബീജാക്ഷരം കലർന്ന അത്ഭുതകരമായ ഒരു താന്ത്രിക പരിഹാരമാണിത്. ഈ താന്ത്രിക പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി പറയാൻ പോകുന്ന ഈ മന്ത്രം കലർന്ന താന്ത്രികം ചെയ്യുന്നതിന് ചില നിയന്ത്രണങ്ങൾ പാലിക്കേണ്ടതാണ്. അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ പാടുള്ളൂ. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ തന്നെ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു കാരണവശാലും നോൺ വെജ് കഴിച്ചതിന് ശേഷം ഈ മെത്തേഡ് ചെയ്യുവാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മെത്തേഡ് ചെയ്യണമെന്ന ആഗ്രഹമുള്ളവർ താന്ത്രിക പരിഹാരം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കാവുന്നതാണ്. ഇനി അറിയാതെയെങ്കിലും നിങ്ങൾ നോൺ വെജ് കഴിച്ചു പോയാൽ കുളിച്ചതിന് ശേഷം ഈ ഒരു താന്ത്രിക പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ആയിരുന്നാൽ ഒരു കാരണവശാലും ഈ മെത്തേഡ് ചെയ്യരുത്. എന്നാൽ പുലവാലായ്മയുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ്. ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഏതാണെന്നാൽ അത് ടൈമിംഗ് ആണ്. പൊതുവായി വെള്ളിയാഴ്ച ചെയ്യുന്ന ഏതൊരു പണവശ്യ താന്ത്രിക പരിഹാരങ്ങളും ശുക്രഹോരയിൽ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. ഈ ഇഹലോക ജീവിതത്തിൽ സകലവിധ സുഖഭോഗങ്ങളും 16 തരത്തിലുള്ള സമ്പത്തും നമുക്ക് വാരിക്കോരി നൽകുന്ന ഗ്രഹം ഏതാണെന്നാൽ അത് സാക്ഷാൽ ശുക്ര ഭഗവാനാണ്. പണം, പേര്, പ്രശസ്തി, പദവി, നമ്മുടെ മനസ്സിൽ ആഗ്രഹിച്ചതുപോലൊരു നല്ല ജീവിതം, സുഖ സൗകര്യങ്ങളോട് കൂടിയ വീട്, ആഡംബര വാഹനങ്ങൾ, ഇവയെല്ലാം തന്നെ ശുക്ര ഭഗവാൻ നമുക്ക് നൽകുന്നതാണ്. അങ്ങനെയുള്ള ശുക്ര ഭഗവാന് ഏറ്റവും ഉചിതമായ ദിവസം അല്ലെങ്കിൽ അനുയോജ്യമായ ദിവസമാണ് വെള്ളിയാഴ്ച എന്നത്. ഇനി ശുക്ര ഭഗവാന് ഏറ്റവും ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ സമയം ഏതാണെന്നാൽ അത് ശുക്രഹോരയാണ്. ഇനി വെള്ളിയാഴ്ച ദിവസം ശുക്രഹോര വരുന്നത് എപ്പോഴാണെന്നാൽ രാവിലെ 6 മുതൽ 7 വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രിയിൽ 8 മുതൽ 9 മണി വരെയുമാണ് ശുക്രഹോര വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പരിഹാരം ചെയ്യുവാൻ ആഗ്രഹമുള്ളവർ മാക്സിമം ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തേണ്ടതാണ്. കാരണം ഈ ഒരു സമയത്ത് ഈ പണവശ്യ താന്ത്രികം ചെയ്താൽ ഉടനടി തന്നെ ഫലം ലഭിക്കുന്നതാണ്. ഇനി ഒഴിവാക്കാനാവാത്ത സാഹചര്യത്താലോ കാരണത്താലോ ഈ ഒരു സമയം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് അതിരാവിലെ 6 മണി മുതൽ രാത്രി 12 മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ താന്ത്രികം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ രാഹുകാലം ഒഴിവാക്കി ഈ ഒരു താന്ത്രികം ചെയ്യുവാനും ശ്രദ്ധിക്കുക. നാളെ രാഹുകാലം ആരംഭിക്കുന്നത് രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ്. ഈ ഒരു സമയം ഒഴിവാക്കി ബാക്കിയുള്ള സമയത്ത് ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. താന്ത്രിക പരിഹാരം എന്ന് പറയുമ്പോൾ തന്നെ അത് ചെയ്യുവാൻ ചില വസ്തുക്കൾ ആവശ്യമാണ്. ഈ ഒരു പരിഹാരത്തിന് പ്രധാനമായും ആവശ്യമുള്ളത് ഒരേ ഒരു ₹1 നാണയം മാത്രമാണ്. പൊതുവായി 1 എന്ന സംഖ്യയ്ക്കും 5 എന്ന സംഖ്യയ്ക്കും പണവശ്യശക്തി കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൊതുവെ ഒട്ടുമിക്ക താന്ത്രികങ്ങളിലും ₹1 നാണയവും ₹5 നാണയവുമാണ് പ്രയോജനപ്പെടുത്താറ്. ഈ ഒരു താന്ത്രികത്തിന് ₹1 നാണയം നമ്മൾ പ്രയോജനപ്പെടുത്തുമ്പോൾ അതിന് പൂർണ്ണമായ ഫലവും ലഭിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ₹1 നാണയമാണ് എടുക്കേണ്ടത്. ഇനി ഈ ഒരു പരിഹാരം ചെയ്യുവാൻ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുക. ഇനി കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരിക്കുവാൻ സാധിക്കാത്തവർക്ക് വടക്ക് ദിശയിലേക്ക് നോക്കിയിരുന്നും ഈ പരിഹാരം ചെയ്യാവുന്നതാണ്. ഇനി തറയിലിരിക്കുന്നവർ ഒരു കാരണവശാലും വെറും നിലത്തിരിക്കരുത്. ഒരു വിരിപ്പ് വിരിച്ച് അതിന്മേൽ ഇരുന്നുകൊണ്ട് വേണം ഈ ഒരു പരിഹാരം ചെയ്യുവാൻ. ഒരു മരപ്പലകയിലോ ഏതെങ്കിലും ഒരു തുണിയിലോ അല്ലെങ്കിൽ ഒരു പായയിലോ ഇരുന്ന് ഇത് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നോ ക്ഷേത്രത്തിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അങ്ങനെ എവിടെ ഇരുന്നും ഈ പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി പ്രായമായവരോ അല്ലെങ്കിൽ തറയിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ളവരോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കസേരയിലും ഇരിക്കാവുന്നതാണ്.
കസേരയിലിരിക്കുമ്പോൾ വിരിപ്പ് വിരിക്കേണ്ട ആവശ്യമില്ല, ഡയറക്റ്റായിട്ട് ഇരിക്കാവുന്നതാണ്. സ്ത്രീകളാണ് ഈ പരിഹാരം ചെയ്യുന്നതെങ്കിലും അതല്ല പുരുഷന്മാരാണ് ഈ പരിഹാരം ചെയ്യുന്നതെങ്കിലും നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ 1 രൂപ നാണയം വെച്ച് നല്ലതുപോലെ മുറുകെ പിടിക്കുക. പിന്നീട് നിങ്ങളുടെ കൈ നിങ്ങളുടെ മടിയിൽ വെക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് നിങ്ങളുടെ ശ്വാസം നിങ്ങൾ ശ്രദ്ധിക്കുക. ശ്വാസം ഉള്ളിലേക്ക് വലിക്കുന്നതും പുറത്തേക്ക് വിടുന്നതും നല്ലതുപോലെ ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് നല്ല ശാന്തമായിരിക്കും. അതിനുശേഷം ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സിൽ സങ്കല്പിക്കുക. പണം വന്നു ചേരണം, പണം കുമിഞ്ഞു കൂടണം, പണവരവ് വർദ്ധിക്കണമെന്ന് ലക്ഷ്മി ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. യാതൊരു ധൃതിയും ഉത്കണ്ഠയുമില്ലാതെ ശാന്തമായ മനസ്സോടുകൂടി ഏകാഗ്രതയോടെ ലക്ഷ്മി ദേവിയോട് മനസ്സുരുക്കി പ്രാർത്ഥിക്കുക. അതിനുശേഷം ഇനി പറയുന്ന ബീജാക്ഷര മന്ത്രം നിങ്ങൾ ഉച്ചരിക്കേണ്ടതാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 10 മിനിറ്റാണ് ചൊല്ലേണ്ടത്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ കുറഞ്ഞത് അരമണിക്കൂർ വരെയും ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. ഇനി മന്ത്രം ചൊല്ലുമ്പോൾ ഉച്ചത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചൊല്ലാവുന്നതാണ്. ഇനി ചൊല്ലേണ്ട അതിശക്തിയാർന്ന ആ മന്ത്രം ഏതാണെന്ന് നോക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം യം സൗ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം യം സൗ നമഃ. ഓം ശ്രീം ഹ്രീം ക്ലീം യം സൗ നമഃ. വളരെ ലളിതമായ അതീത് ശക്തിയാർന്ന ബീജാക്ഷര മന്ത്രമാണിത്. ഇനി ഇത് ചൊല്ലുമ്പോൾ മനഃപാഠമാക്കി മാത്രമേ ചൊല്ലുവാൻ പാടുള്ളൂ എന്നില്ല. ഒരു പേപ്പറിൽ എഴുതി വെച്ചോ അല്ലെങ്കിൽ ഫോണിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അത് നോക്കിയും ചൊല്ലാവുന്നതാണ്. ഇനി ഇത്ര തവണ ചൊല്ലണം എന്ന കൗണ്ടിങ് പ്രധാനമല്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണത്തിൽ ചൊല്ലാം എന്ന് വിചാരിച്ച് വളരെ വേഗത്തിൽ ചൊല്ലരുത്. സാവധാനത്തിൽ ശ്രദ്ധയോടുകൂടി ലക്ഷ്മി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് വേണം ഇത് ചൊല്ലുവാൻ. ഏറ്റവും കുറഞ്ഞത് 10 മിനിറ്റ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ തന്നെ പൂർണ്ണമായ ഫലവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി നിങ്ങൾ സമയം കൂടുതലുള്ളവരാണെങ്കിൽ അരമണിക്കൂർ ശ്രദ്ധയോടുകൂടി ഈ മന്ത്രം ചൊല്ലുക. ഇനി മന്ത്രം ചൊല്ലി തീർന്നതിന് ശേഷം ലക്ഷ്മി ദേവിയോട് പണം വന്നു ചേരണം, പണം കുമിഞ്ഞു കൂടണം, പണവരവ് വർദ്ധിക്കണമെന്ന് 1 തവണ കൂടി പ്രാർത്ഥിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഉള്ളം കയ്യിലുള്ള 1 രൂപ നാണയം ഒരു പേപ്പറിൽ മടക്കിയോ അല്ലെങ്കിൽ ചെറിയ സിപ്ലോ കവറിലാക്കിയോ നിങ്ങളുടെ പണപ്പെട്ടിയിലോ അലമാരയിലോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ മണി പേഴ്സിലോ വാലറ്റിലോ വയ്ക്കാവുന്നതാണ്. ഇനി ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നാണയം ഒരു കാരണവശാലും ചിലവാക്കുവാൻ പാടില്ല. ഈ നാണയത്തിന് ആകർഷണ ശക്തി അല്ലെങ്കിൽ വശ്യശക്തി വളരെ കൂടുതലാണ്. ഇനി ഈ മെത്തേഡ് ചെയ്തതിന് ശേഷം അടുത്ത ചില ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പണവരവിൽ നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ഈ അത്ഭുത ദിവസം ആരും തന്നെ പാഴാക്കരുത്. എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത്. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി, നമസ്കാരം.